നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R. ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കേസിൽ ദിലീപിനെതിരെ തെളിവില്ലെന്ന ശ്രീലേഖയുടെ പരാമർശത്തിനെതിരെ അവർ വിചാരണ കോടതിയിൽ ഹർജി നൽകി. കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. ശ്രീലേഖ ദിലീപിന് അനുകൂലമായി നടത്തിയ പരാമർശങ്ങൾ കേസ് അട്ടിമറിക്കുമെന്ന വിലയിരുത്തലിലാണ് അതിജീവിത. നടിയെ ആക്രമിച്ച കേസിലെ അന്തിമവാദം തുടങ്ങാനിരിക്കെയാണ് ശ്രീലേഖയ്ക്കെതിരെ ഹർജിയുമായി അവർ വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് R. ശ്രീലേഖ ആവർത്തിച്ചു. എനിക്ക് ആരെയും പേടിയില്ല, പറയുന്നവർ പറയട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ശ്രീലേഖ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ തെളിവുകളില്ലെന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീലേഖ പറഞ്ഞത്. ഇത് കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അതിജീവിത ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശ്രീലേഖ അന്ന് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: സത്യത്തിൽ ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ബോധ്യം എനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു. ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ച് മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ്. അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ, അതാണ് പറഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് കരുതിയത്. പക്ഷെ അതൊന്നും ഒരിക്കലും അവസാനിക്കില്ലെന്ന് മനസ്സിലായി. കാരണം തീർന്നാൽ ചീട്ടുകൊട്ടാരം പോലെ ഈ കേസ് പൊളിയും. അതുകൊണ്ട് ഉൾവിളി വന്നപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത്. ദിലീപിനെ പിന്തുണച്ചുകൊണ്ടല്ല പറഞ്ഞത്. കേസിന്റെ ശാസ്ത്രീയ തെളിവുകളാണ് അവതരിപ്പിച്ചത്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് വരുമ്പോൾ ഞാൻ അവരോടൊപ്പമാണ് നിൽക്കേണ്ടത്. ജയിലിൽ വച്ച് അവശ നിലയിലുള്ള ദിലീപിനെ കാണുന്നതുവരെ ഞാൻ അങ്ങനെയായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത്. ചില കേസുകൾ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് അത് കോടതിയിലെത്തിക്കുമ്പോൾ വേണ്ടത്ര പ്രതികരണം കിട്ടാതെ വരുമ്പോൾ വലിയ നിരാശ ഉണ്ടാകാറുണ്ട്. ദിലീപിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഞാൻ വിശദീകരിച്ചു. പക്ഷേ അവർക്കൊക്കെ ഞാൻ പറയുന്നത് അറിയാം. അതവർ അംഗീകരിച്ചിട്ടില്ല. കേസ് നടക്കുകയാണല്ലോ എന്നായിരുന്നു പ്രതികരണം. എന്തായാലും ദിലീപിനെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ശ്രീലേഖ വന്നത്. അതിനെതിരെയാണ് അതിജീവിത കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയത്. അതേസമയം കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. ദിലീപിന് അനുകൂലമായി ശ്രീലേഖ അന്ന് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. എന്തായാലും അതിനെതിരെയാണിപ്പോൾ നടി പ്രതികരിച്ചിരിക്കുന്നത്. നിയമ പോരാട്ടത്തിലേക്ക് തന്നെയാണ് അതിജീവിത നീങ്ങിയിരിക്കുന്നത്. ദിലീപിനെതിരെ തെളിവില്ല എന്ന് തന്നെയായിരുന്നു ശ്രീലേഖ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് വിചാരണ കോടതിയിൽ ഹർജി നൽകിയത്. എന്തായാലും താൻ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രീലേഖ ഉറച്ചു നിൽക്കുന്നുണ്ട്. തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് തന്നെയാണ് ശ്രീലേഖ ആവർത്തിച്ച് പറഞ്ഞത്. മാത്രമല്ല, തനിക്ക് ആരെയും പേടിയില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്.